ഹലോ സുഹൃത്തുക്കളെ, ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഡ്രൈവർ കോമൺ പരീക്ഷയുടെ PSC നടത്തുന്ന ഡ്രൈവർ കോമൺ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2-3 കാറ്റഗറി നടത്തുന്നത്. ഇതിൽ നമ്മൾ സിലബസ് നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 50 മാർക്ക് ഡ്രൈവറിൻ്റെയും 50 മാർക്ക് കോമൺ GK എന്ന് തന്നെയാണ്. ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് യാതൊന്നും തന്നെ ഇല്ല. പോലീസ് ഡ്രൈവറോ അല്ലെങ്കിൽ ഫയർ ഡ്രൈവർ നടത്തിയ മാതിരി സ്പെഷ്യൽ ടോപ്പിക്കൊന്നുമില്ല. അപ്പോൾ യാതൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ ഇതിൻ്റെ സിലബസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും. ഇല്ല വെച്ച് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ കിട്ടുന്നതായിരിക്കും. അത് പ്രകാരം എല്ലാവരും പഠിച്ചു പോവുക. 50 മാർക്ക് ഡ്രൈവറിൻ്റെയും 50 മാർക്ക് GK തന്നെയാണ്. അപ്പോൾ ഇതിൽ തുടക്കക്കാർക്ക് പറയുന്ന ഡ്രൈവർ എക്സാമിന് വേണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു എക്സാം ഒരു ട്രയൽ പോലെയാണ്, മനസ്സിലായില്ലേ? അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണെന്ന് വെച്ചാൽ ഒരു എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യുക. എന്തെന്ന് വെച്ചാൽ ഇതിൽ വേക്കൻസി കുറവാണ്. നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യല്ല, പക്ഷേ വേക്കൻസി കുറവ് തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് തുടക്കക്കാർക്ക് ഇതൊരു ട്രയൽ എക്സാം പോലെ നടത്താം. അപ്പോൾ നല്ലപോലെ അത് അറ്റൻഡ് ചെയ്ത് നോക്കി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് PSC ഒരു ഡ്രൈവർ എക്സാം നടത്തുക, അത് ഏത് രീതിക്കാണ് ചോദിക്കുക, ഡ്രൈവർ പാർട്ട് എങ്ങനെ ചോദിക്കുക, GK എങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി ഇനി നമ്മുടെ കമ്പനി ബോർഡും അതേപോലെ പിന്നെ വരുന്ന ഡ്രൈവർ എക്സാമിനൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സാം ഹാളിൽ പോകുന്ന വ്യക്തികളാണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഒറിജിനൽ ID പ്രൂഫ്, ഏതാണോ ID പ്രൂഫ് അത് ഒറിജിനലും അതിൽ വ്യക്തമായ അഡ്രസ്സും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വളരെ കൃത്യമായിട്ടുള്ള ID പ്രൂഫ് കൊണ്ടുപോവുക. അതിൽ കൂടുതൽ പേരും ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒറിജിനൽ എടുക്കില്ല. അപ്പോൾ അത് ഒറിജിനൽ തന്നെ എടുത്തിട്ട് പോവുക. കാരണം നിറയെ വ്യക്തികൾ ഇതേപോലെ പറയുന്നുണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയി പുറത്താക്കിയെന്ന്. അത് പുറത്താക്കുക തന്നെ ചെയ്യും. നിങ്ങളെ എക്സാം എഴുതാൻ വിടില്ല, പുറത്താക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക. അതിൽ വളരെ കൃത്യമായി എഴുതുന്ന ഒരു പേനയും ഹാൾ ടിക്കറ്റും മറ്റ് യാതൊന്നും തന്നെ കയ്യിൽ വെക്കല്ലേ. അതിൽ വണ്ടിയുടെ കീ വന്നിട്ട് എല്ലാവരും കയ്യിൽ കരുതുന്നുണ്ട്. യാതൊരു കാരണവശാലും അത് വെക്കരുത്. കാരണം അത് ഓഫീസർമാർ കണ്ടുവെച്ചാൽ വളരെ ഒരു പ്രശ്നമാക്കി കാണും. അതുകൊണ്ട് വണ്ടിക്ക് ആരും തന്നെ കയ്യിൽ വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറന്നാൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ വരുന്ന ടീച്ചറോട് പറയുക അത് വെക്കണം പറഞ്ഞ് പെട്ടെന്ന് പോയി വെച്ചിട്ട് വരിക. നിങ്ങൾ പോക്കറ്റിൽ വെച്ച് പിന്നെ അത് കണ്ടുപിടിച്ച് ഒരു ഇഷ്യൂ ആക്കാൻ വെക്കേണ്ട. നിങ്ങൾ ക്യാഷ് ഉണ്ട്, മണി ഉണ്ട് വെച്ച് നിങ്ങൾക്ക് വെക്കാം. ക്യാഷ് കയ്യിൽ വെക്കുക, അത് പ്രോബ്ലം ഇല്ല. അത് പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിക്കുകയാണെന്ന് വെച്ച് സാറേ അത് ക്യാഷാണ് അത് പറഞ്ഞാൽ വെച്ചാൽ ഒരു പ്രശ്നമില്ല പറയും. ബാക്കി ഒന്നും തന്നെ കയ്യിൽ സൂക്ഷിക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പിന്നെ ഒരു സന്തോഷകരമായ വിഷയം കൂടെ പറയാണ്. നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ കമ്പനി ബോർഡ് ഡ്രൈവറിൻ്റെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ഏകദേശം ഈ ആഴ്ച തന്നെ ഈ വീക്ക് തന്നെ ആയിരിക്കും നമ്മൾ ആ ക്ലാസ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൻ്റെ മറ്റു ഡീറ്റെയിലുകളും പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ സുഹൃത്തുക്കളെ.